ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ സാറ്റിൻ റിബണും കുറച്ച് കല്ലകളും ഒരു ഹെയർ ബാൻഡും മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാർക്കായാലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മോഡലാണ് ഇന്ന് കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ ഇതുപോലൊരു സാറ്റിൻ റിബൺ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഈ ഹെയർ ബാൻഡിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതുപോലെ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ മേലെയാണ് നമ്മൾ കല്ല ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ അവിടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ലെയർ തുണി, ഒരു ലെയർ റിബൺ ഇതുപോലെ തുന്നി കൊടുക്കുന്നത്, ചുറ്റിയെടുക്കുന്നത് കേട്ടോ. ഇതിന് വലിയ ചിലവൊന്നും വരുന്നില്ല. എന്നാൽ ഇതുപോലുള്ള ഒരു എന്താ പറയുക, നമ്മളെ ഹെയർ ബാൻഡ് നമ്മൾ പീടികയിൽ മേടിക്കുന്നതാണ്, ഫാൻസിലൊക്കെ മേടിക്കുന്നതാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലൂ വെച്ച് തന്നെ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരു നിശ്ചിത അകലം വെച്ചിട്ട് ഇത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഗ്ലൂ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ട് കല്ല പെട്ടെന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കല്ലകൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഗ്ലൂ പെട്ടെന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു വശത്തെ ഏകദേശം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ പറിച്ച് കളഞ്ഞിട്ട് പുതിയതായിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫാൻസിലൊക്കെ കിട്ടുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇത് കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മൊത്തത്തിൽ ഈ ഒരു സാറ്റിൻ റിബണ് ചുറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. ഈ ബീഡ്സൊക്കെ വെച്ചതിൻ്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കുറക്കണം എന്നുണ്ടെങ്കിൽ കുറക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ വലിയൊരു നീളത്തിലുള്ള റിബണ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഹെയർ ബാൻഡിന് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ എൻഡിൽ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. ഓർഡറൊക്കെ നല്ല പോലെ കിട്ടും കേട്ടോ ഇതുപോലുള്ള വർക്കൊക്കെ ചെയ്യുമ്പം. ഹെയർ ആക്സസറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർക്കറിയാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ വെറും യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഹെയർ ബാൻഡ് ഉണ്ടാക്കി തുടങ്ങിയതാണ്. അതിലൂടെ കുറേ ആൾക്കാർ കാണുമല്ലോ, അങ്ങനെ നമുക്ക് കുറേ അധികം ഓർഡർ കിട്ടി. അപ്പോൾ ഇപ്പം എന്താ പറയുക, ഞാൻ അധികം അങ്ങനെ ഓർഡർ എടുക്കാൻ നിൽക്കില്ല, കാരണം ഇതെൻ്റെ ഒരു പ്രൊഫഷൻ അല്ല. എങ്കിൽ കൂടി ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നന്നായിട്ട് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ ഓർഡർ കിട്ടും. പക്ഷേ എനിക്കിതിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത്രയും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ ഹെയർ ആക്സസറീസ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരിതാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു കല്ലയുടെ നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കല്ലയുടെ ഗ്യാപ്പിലൂടെ നമ്മൾ ഈ റിബൺ ചുറ്റിയെടുത്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യം തന്നെ ആയിരിക്കുമെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഈ ഗ്യാപ്പിലൂടെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ ഇത് ചുറ്റിയെടുക്കാം കേട്ടോ. എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ട് കാണാറുണ്ട്. അതായത് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് എനിക്ക് മെയിനായിട്ട് എന്താ പറയുക ഓർഡേഴ്സ് കിട്ടാറുള്ളത്. കാരണം ഇൻസ്റ്റയിൽ ഞാൻ ഇതുപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ യൂട്യൂബ് വഴിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ അത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വാട്സപ്പ് നമ്പർ. അതുവഴി എനിക്ക് ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഓർഡേഴ്സ് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു എൻഡിൽ കൂടെ ചുറ്റിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല നീറ്റായിട്ട് തന്നെ അത് ചുറ്റിയെടുക്കണം എന്നുണ്ട് കേട്ടോ. എങ്കിലേ നമ്മളെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ഇത് ചുറ്റുമ്പോൾ നല്ല ടൈറ്റായിട്ട് ചുറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ ആ ഒരു ഫിനിഷിങ് എടുത്തുള്ള ലൂസാണെങ്കിൽ അത് കാണാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. ടൈറ്റായിട്ട് ചുറ്റുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ചുറ്റി കഴിയാറായിട്ടുണ്ട്. ഇതിൽ എൻഡിലെത്തിയിട്ടുണ്ട്. ഇത് ചുറ്റിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത്രയും പോർഷൻസ് ബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾക്കിത് ഒന്ന് ഇവിടെ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തൻഷു ബേബി ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്നത്തെ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാം. ഇത് ഞാനൊരു കുട്ടിയുടെ തലയിൽ വെച്ചിട്ടുള്ളതും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ഇഷ്ടമായിനോ ചോദിച്ചേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചോദിക്കേ? ഉണ്ടാ ചോദിക്കേ? നല്ല വിത്തി ഉണ്ടോ ചോദിക്കേ? അപ്പോൾ എൻ്റെ പൊന്നു മോൻ സംസാരിച്ചത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്നുള്ളത് അറിയില്ല, ഞാൻ പറയാം കേട്ടോ. അതായത് നല്ല വൃത്തിയുണ്ടോ എന്നാണ് ചോദിച്ചത് കേട്ടോ ആളെ ഹെയർ ബാൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ ദിയക്കുട്ടിയുടെ തലയിൽ വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൊച്ചു മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാം കേട്ടോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.